ദയവാണ് ശ്രദ്ധിക്കുക. നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ സാറിന് പോകേണ്ടതായിട്ടുണ്ടോണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് സമയം വേർതിരിക്കുന്നു. അദ്ദേഹം ചാനലിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നിരിക്കും. ക്ഷമാപണത്തോടു കൂടി തന്നെ ഞാൻ ആരംഭിക്കാം. യോഗത്തിലൊരിക്കലും പാലിക്കാൻ പാടില്ലാത്ത തെറ്റായ കീഴ്വഴക്കമാണ് പിന്തുടരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഉദ്ഘാടകനും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഇരിക്കുമ്പോൾ അവരെ എല്ലാം മറികടന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ല. അവരോടെല്ലാം ഞാൻ ഈ യോഗത്തോട് തന്നെ ഞാൻ അതിൻ്റെ പേരിൽ ക്ഷമാപണത്തോടു കൂടി തന്നെ ഞാൻ ആരംഭിക്കട്ടെ. 4 മണിക്ക് ഐലൻഡ് എക്സ്പ്രസ്സിൽ പാലക്കാട്ടേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് 4 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്നുള്ളത് കൊണ്ടാണ് ദയവായി എന്നോട് ക്ഷമിക്കും എന്ന് കരുതുന്നു. വളരെ കുറഞ്ഞ 2-3 വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ത്യൻ വോയിസ് എന്ന ഈ കമ്മ്യൂണിറ്റി ടെലിവിഷൻ ചാനലിന് ആദ്യമായി എല്ലാവിധമായ ആശംസകളും പിന്തുണയും ഞാൻ അർപ്പിക്കുന്നു. തീർച്ചയായും ഇത് വളർന്ന് വികസിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പായും കരുതുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അച്യുത് മഹാസഭ എന്ന പേരിൽ സ്വാമി അച്യുത് ആരംഭിച്ച പ്രസ്ഥാനം, അതേ പേരിൽ തന്നെ അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഐത്തജാതി ജനവിഭാഗങ്ങളിൽ നിന്ന് ആദ്യമായി മാധ്യമത്തെ ലോകത്തേക്ക് കടന്നു എന്നത് സ്വാമി അച്യുത് എന്ന് പറയുന്ന, അച്യുതാനന്ദൻ എന്നുമൊക്കെ പറയാറുണ്ട്, ഉത്തർപ്രദേശ് കേന്ദ്രമാക്കി നടന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ 1945 ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസും ഗാന്ധിയും ഇന്ത്യയോട് എന്ത് ചെയ്തു എന്ന് പറയുന്ന പുസ്തകത്തിൽ മാധ്യമത്തെ സംബന്ധിച്ച് പറഞ്ഞ് അത് ഇവിടെ ഏതാനും വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടുകൂടാത്തവർക്ക് ഒരു പത്രമില്ല. കോൺഗ്രസ് പത്രം അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ്. കോൺഗ്രസ് പത്രം അവർക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെടുകയും അവർക്ക് നേർത്ത ഒരു പ്രചരണം പോലും നൽകരുതെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. തൊട്ടുകൂടാത്തവർക്ക് വ്യക്തമായ കാരണങ്ങളാൽ തന്നെ തങ്ങളുടേതായ പത്രമുണ്ടാകുവാൻ സാധിക്കില്ല. ഒരു പത്രത്തിനും പരസ്യവരുമാനമില്ലാതെ നിൽക്കാനാവില്ല. പരസ്യവരുമാനം ബിസിനസ്സിൽ നിന്ന് മാത്രമാണ് വരിക. ഇന്ത്യയിൽ വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ കോൺഗ്രസ് അല്ലാത്ത ഒരു സംഘടനയെയും സഹായിക്കില്ല. ഇന്ത്യയിലെ മുഖ്യ വാർത്താവിതരണ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സിലെ ജീവനക്കാർ മുഴുവനും തന്നെ മദ്രാസ് ബ്രാഹ്മണരാണ്. വാസ്തവത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പത്രവും അവരുടെ കയ്യിലാണ്. അതിനാൽ വിഖ്യാതമായ കാരണങ്ങളാൽ അവയെല്ലാം കോൺഗ്രസ് പൂർണ്ണമായി അനുകൂലിക്കുന്നു, കോൺഗ്രസിനെ അനുകൂലിക്കുന്നു. അവർ കോൺഗ്രസിനെതിരായ ഒരു വാർത്തയ്ക്കും പ്രചരണം കിട്ടാൻ സമ്മതിക്കുകയില്ല. ഇവയൊക്കെ തൊട്ടുകൂടാത്തവരുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാരണങ്ങളാണ്. ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ മാധ്യമലോകത്ത് നേരിടുന്ന വെല്ലുവിളിയെ സംബന്ധിച്ച് അംബേദ്കർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. 2006 CSDS എന്ന് പറയുന്ന സംഘടന, ബഹുമാന്യനായ KK സുരേഷ് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമല്ല, സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അവർ ഇന്ത്യയുടെ മാധ്യമ ലോകത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി. ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമ ലോകത്ത് ഏറ്റവും സ്വാധീന ശക്തിയുള്ള 315 പേരെ അവർ അഭിമുഖം നടത്തിയതിനു ശേഷം അവർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഏകദേശം 90% ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളിൽ സവർണരോ ബ്രാഹ്മണരോ ആണ് നിയന്ത്രിക്കുന്നത്. വാർത്താ ചാനലുകളിൽ, TV ചാനലുകളിൽ 70% നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് ഈ ബ്രാഹ്മണ സവർണ വിഭാഗങ്ങളാണ് എന്ന CSDSൻ്റെ പഠനം പറയുന്നു. മാത്രമല്ല, ഈ പഠന റിപ്പോർട്ട് മാത്രമല്ല, ഇന്ത്യയിലെ മാധ്യമ ലോകത്തിൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചും CSDSൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമ ലോകവും നിയന്ത്രിക്കുന്നത് ഒന്നുകിൽ ബ്രാഹ്മണരോ അതല്ലെങ്കിൽ ബനിയ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളോ ആണ് എന്നവർ പറയുന്നു. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കട്ടെ. ഏറ്റവും വലിയ ഒരു മാധ്യമ മേഖലയായ കമ്പനിയായ ടൈംസ് ഗ്രൂപ്പ്, അവർക്ക് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണമുണ്ട്, പത്രമുണ്ട്.
ടൈംസ് നൗ എന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വാർത്താ ചാനലുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ജെയിൻ കുടുംബമാണ്. അവർ ബനിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം മദിരാശിയിലെ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഉടമസ്ഥർ ഭർദികളാണ്. അവർ മാർവാടി ബനിയകളാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രചാരമുള്ള ദൈനിക് ജാഗരൻ്റെ ഉടമസ്ഥർ ഗുപ്ത കുടുംബാംഗമാണ്. അവരും ബനിയ സമുദായത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ദൈനിക് ഭാസ്കറിൻ്റെ ഉടമസ്ഥർ അഗർവാളാണ്. അവരും മാർവാടി ബനിയകളാണ്. ഇങ്ങനെ CSDS കണക്കുകളിലൂടെ മാധ്യമലോകത്തിൻ്റെ ഉടമസ്ഥതയും മാധ്യമലോകത്തിൻ്റെ നിയന്ത്രണവും ആരുടെ കയ്യിലാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഞെട്ടിക്കുന്നൊരു വിവരമാണ്. കാരണം ജനാധിപത്യത്തിൽ 4ാമത്തെ തൂണായി വിശേഷിപ്പിക്കപ്പെടുന്നത് മാധ്യമങ്ങളാണ്, മീഡിയയാണ്. 1ാമത്തെ തൂണ് ലെജിസ്ലേച്ചർ ആണെങ്കിൽ, 2ാമത്തെ തൂണ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, 3ാമത്തെ തൂണ് ജുഡീഷ്യറി ആണെങ്കിൽ, 4ാമത്തെ തൂണെന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ മീഡിയയാണ്. ആ മീഡിയ ഏകദേശം 80% കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഇന്ത്യൻ വോയിസിൻ്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്തകൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ ഇതൊന്നും തന്നെ പ്രകാശനം ചെയ്യപ്പെടുന്നില്ല. ഈ ഒരു ലോകത്തേക്കാണ്, ഇങ്ങനെ ഇന്ത്യയിൽ ജാതി മേധാവിത്വം കൊടികുത്തി വാഴുന്ന മാധ്യമ ലോകത്തേക്കാണ് സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്ന പുതിയൊരു മേഖല കടന്നു വരുന്നത്. ആ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്ന പുതിയ മേഖല ഇവിടെ നിലനിന്നിരുന്ന എല്ലാ മാധ്യമ ലോകത്തെ ജാതി മേധാവിത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ആ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്ന പുതിയ സങ്കേതത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ വോയിസിലൂടെ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമ ലോകത്തെയും നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. ബാബാസാഹേബ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതുപോലെ ഈ ജനവിഭാഗം നാളെ ഈ രാജ്യത്തിൻ്റെ ഭരണവർഗമായി, ചെയർമാൻ സൂചിപ്പിച്ചു ദ റൂളേഴ്സ് ഓഫ് ദ കൺട്രി, ഭരണവർഗമായി മാറണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു തൂണിൽ മാത്രം പ്രാതിനിധ്യം ഉറപ്പിച്ചാൽ പോരാ. ലെജിസ്ലേച്ചറിൽ മാത്രം പ്രാതിനിധ്യം ഉറപ്പിച്ചതുകൊണ്ട് ഈ രാജ്യത്ത് തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക് ഒരു ഭരണവർഗമായി മാറാൻ കഴിയില്ല. ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളിലും നമുക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയണം, പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയണം. മാധ്യമ ലോകത്തിലെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമ ലോകത്തെ സ്വാധീനം, ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് മാധ്യമക്കാരോട്, നിങ്ങളിൽ പിന്നോക്ക വിഭാഗക്കാർ എത്ര പേരുണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ എന്ന്. കേവലം ഒരാൾ മാത്രമാണ് എഴുന്നേറ്റ് നിന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ സർവ്വവിധമായ പിന്തുണയും അകമഴിഞ്ഞ പിന്തുണയും വേണ്ട ഒരു കനത്ത ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ വോയിസ് എന്ന പേരിൽ നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്. അതിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഭീം മിഷൻ എന്ന് പറയുന്ന വളരെ ചെറിയൊരു മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകനാണ്. സംഘഗ്രാമം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തകനാണ്. സംഘഗ്രാമത്തിൻ്റെയും ഭീം മിഷൻ്റെയും അകമഴിഞ്ഞ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഇതോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ യോഗത്തെയും ഇന്ത്യൻ വോയിസിൻ്റെ പ്രതിനിധികളെയും അറിയിച്ചുകൊണ്ട് എനിക്ക് നേരത്തെ സംസാരിക്കാൻ അവസരം തന്ന നിങ്ങളുടെ ഹൃദയവിശാലതയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭീം. താങ്ക് യു സർ. സാറിൻ്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. സാർ ഓർമ്മിച്ച പോലെ നമ്മുടെ ഇന്ത്യൻ വോയിസിൻ്റെ കൂടെ തന്നെ എല്ലാവിധ സപ്പോർട്ടും സാറ് തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഇന്ത്യൻ വോയിസിന് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.